സ്വപ്നാസ് വണ്ടർലാൻഡ്. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക്. സിമ്പിൾ മേക്കപ്പ് ലുക്ക് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇതല്ല, എന്താ പറയുക, നോ മേക്കപ്പ് ലുക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് നമുക്ക് 10 മിനിറ്റിനുള്ളിൽ നമ്മൾ ഡെയിലി കോളേജിൽ പോവാണെങ്കിലോ ഓഫീസിൽ പോവുകയാണെന്നുണ്ടെങ്കിലോ പെട്ടെന്ന് നമുക്കൊരു മേക്കപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സമയമില്ല മേക്കപ്പ് ഒന്നും ചെയ്യാൻ. 10 മിനിറ്റിനുള്ളിൽ നമുക്ക് ചെയ്യണം മേക്കപ്പ്. അതും മേക്കപ്പ് ചെയ്തു എന്ന് ആരും പറയില്ല. അങ്ങനത്തെ തരത്തിൽ 1-2 പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടുള്ള ഒരു മേക്കപ്പാണ് കേട്ടോ കാണിക്കുന്നത്. ഒരു നോ മേക്കപ്പ് ലുക്ക് എന്നുള്ള രീതിയിലുള്ളതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാല്ലേ, എങ്ങനെ നോക്കാല്ലേ എങ്ങനെയാന്നുള്ളത്. അപ്പൊ ആദ്യം തന്നെ മേക്കപ്പ് ചെയ്യാൻ ഞാനിവിടെ ലിപ്സ് നമുക്കൊന്ന് ലിപ് ബാം തേച്ചിട്ട് വെക്കണം. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിസ് ക്ലാരിയുടെ ബട്ടർ ലിപ് ബാം ആണ് ചെയ്യുന്നത്. വളരെ നല്ലൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഞാൻ ഇതിന്റെയൊക്കെ പേരും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ ലിപ് ബാം ഓൾറെഡി ലിപ്സ്റ്റിക് ഇടേണ്ട ആവശ്യമില്ല. കണ്ട ഒരു പിങ്ക് കളർ ഓൾറെഡി ഉണ്ട് ലിപ് ബാമിന്. നല്ലൊരു ലിപ് ബാം ആണ്. അപ്പൊ ഡെയിലി യൂസിന് പോകുമ്പോൾ ഈ ലിപ് ബാം മാത്രം ഇട്ടാലും കുഴപ്പമില്ല. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പൊ ഞാനിവിടെ ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യുന്നില്ല. കാരണം ഞാൻ നോ മേക്കപ്പ് ലുക്ക് എന്നുള്ളതാ പറഞ്ഞു. മേക്കപ്പ് ചെയ്തു എന്ന് തോന്നില്ല, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി ലുക്കും തോന്നും. അപ്പൊ അങ്ങനത്തെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നില്ല. അപ്പൊ അതിന് പകരം ഞാനിവിടെ കൺസീലർ വെച്ചിട്ട് മാത്രമാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബ്ലൂ ഹെവന്റെ കൺസീലർ സ്റ്റിക്ക് ആണ്. ഇത് വളരെ ചീപ്പായിട്ടുള്ള, അതായത് ഒരു 95 റുപ്പീസിനേ ഉള്ളൂ. എനിക്ക് ഓൺലൈനിൽ കിട്ടിയതാണ്. നല്ല കൺസീലർ സ്റ്റിക്കാണ്. അതായത് ഡെയിലി വെയറിന് ഓക്കെ, പാർട്ടി വെയറിനൊന്നും അത്ര കവറേജ് കിട്ടില്ല, പക്ഷെ ഡെയിലി വെയറിന് അടിപൊളി കൺസീലർ സ്റ്റിക്കാണ് കേട്ടോ. അപ്പൊ ഞാനിത് യൂസ് ചെയ്തതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇനി അതിന് മുന്നേ ഒരു കാര്യം കൂടി പറയാം. നിങ്ങൾ ഓഫീസിലൊക്കെ പോകുന്നതാണ്, രാവിലെ മുതൽ ഈവനിങ്ങിൽ വരെ നിങ്ങൾക്ക് നിങ്ങളുടെ മേക്കപ്പ് ഇരിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൈമർ യൂസ് ചെയ്യാം. പക്ഷെ ഇവിടെ ഞാൻ വളരെ കുറച്ച് പ്രോഡക്റ്റ് വെച്ചിട്ട് യൂസ് ചെയ്യുന്ന കാരണം പ്രൈമർ ഒന്നും യൂസ് ചെയ്യുന്നില്ല. പിന്നെ എല്ലാവരുടെ കയ്യിലും പ്രൈമർ ഒന്നും ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പൊ ആർക്കും ചെയ്യാവുന്ന 1-2 സാധനങ്ങൾ മാത്രം വെച്ചിട്ട് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വളരെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പൊ പ്രൈമർ ആണെന്നുണ്ടെങ്കിൽ മാക്കിന്റെ ഒരു കുഞ്ഞു പ്രൈമർ ഉണ്ട്. ഇത് നല്ലത്, ഒരു അലോവേറ ജെല്ലൊക്കെ തേക്കുന്ന ഒരു ഇതാണ്. അപ്പൊ പ്രൈമർ നമ്മള് യൂസ് ചെയ്യുന്നവർക്ക് മാക്കിന്റെ യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ വെറ്റ് ആൻഡ് വൈൽഡിന്റെ, ഇത് കുറച്ചൊരു പാർട്ടി ടൈപ്പ് ഉള്ള പ്രൈമറാണ്. അപ്പൊ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം, ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഒരു കാര്യം നമ്മൾ മറന്നു, നമ്മൾ എന്ത് മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ ആദ്യം നമ്മൾ മോയ്സ്ചറൈസർ തേക്കണം അല്ലെ. അപ്പൊ ഞാനിവിടെ ന്യൂട്രോജിനയുടെ മോയ്സ്ചറൈസർ ആണ്. അടിപൊളി മോയ്സ്ചറൈസർ ആണ്. അതായത് കുറച്ച് കോസ്റ്റ്ലി ആണ് എന്നുണ്ടെങ്കിലും നല്ല മോയ്സ്ചറൈസർ ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നല്ല ഡ്രൈ സ്കിന്നുകാർക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ആണ്. അപ്പൊ എന്റെ ഞാൻ പറഞ്ഞല്ലോ, വിന്ററിലൊക്കെ നല്ല ഡ്രൈ സ്കിന്നാണ്. പിന്നെ കുട്ടികൾക്കും തെപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന മോയ്സ്ചറൈസർ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. ഇത് നല്ലതാണ്, അല്ലെങ്കിൽ ബയോട്ടിക്കിന്റെയും നല്ലതാണ് കേട്ടോ. പക്ഷെ ഇതെനിക്ക് കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ട് തോന്നി. അപ്പൊ കുറച്ച് മോയ്സ്ചറൈസർ ആദ്യം അപ്ലൈ ചെയ്യാം. അപ്പൊ ഇനി ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല. അതായത് ഫൗണ്ടേഷനും പ്രൈമറും ഒന്നും യൂസ് ചെയ്യുന്നില്ല. നേരിട്ടിട്ട് നമ്മുടെ കൺസീലറിലേക്ക് കിടക്കുകയാണ്. കൺസീലർ ബ്ലൂ ഹെവന്റെ ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഈ കൺസീലർ നമ്മുടെ എവിടേക്കാണ് ഡാർക്ക് സർക്കിൾസ് ഉള്ളത് അവിടെ മുഴുവൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ എവിടേക്ക് ഡാർക്ക് സ്പോട്ട്സ് ഉള്ളത് വെച്ചാൽ അവിടെയൊക്കെ ഞാൻ ചെയ്യാൻ പോവാണ്. ഇതൊരു സ്റ്റിക്കി കൺസിസ്റ്റൻസിയാണ്. അങ്ങനെ നമ്മൾ എത്ര എടുത്താലും അധികം വരില്ല. ഒരു നാച്ചുറൽ ഷെയ്ഡാണ് ഞാൻ, നാച്ചുറൽ ഗ്ലോ എന്ന് പറയുന്നതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കണ്ണിന്റെ മേലെയൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട്, ഈ കൺതടത്തില്, അതുപോലെ ഈ 2 സൈഡില്. ഇത് മൊത്തം ഒന്ന് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ജസ്റ്റ് എല്ലാ സ്ഥലത്തേക്കും അതൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കും. അപ്പൊ അതായത് ബാക്കിയുള്ള ഭാഗത്തും കൂടെ ആ ഒരു കൺസീലർ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ആവും. ഇവിടെ നമ്മൾ കൺസീലർ തേക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഈ ഭാഗത്തുള്ളതൊക്കെ ഒന്ന് ഇത് എല്ലാ സ്ഥലത്തേക്കും ഒന്ന് ബ്ലെൻഡ് ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പൊ ഞാൻ കൺസീലർ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പൊ എന്തെങ്കിലും അങ്ങനെ മുഖത്ത് ഇട്ടുന്ന പോലെ തോന്നുന്നില്ലല്ലോ. നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു ലുക്ക് അല്ലേ. ഫൗണ്ടേഷൻ ഇട്ട ഒരു ചെറിയ ഒരു ഗ്ലോ ഉണ്ട്. ഇനിയും അങ്ങനെ ഒരു നാച്ചുറൽ ലുക്ക് ആയിട്ടുള്ളത് അല്ലെ. ഇനി ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ, ഇനി ജസ്റ്റ് ഒരു കോമ്പാക്ട് പൗഡർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് മേക്കപ്പ് റെവല്യൂഷന്റെ ലക്ഷറി ബനാന പൗഡറാണ്. അടിപൊളി പൗഡറാണ് കേട്ടോ. നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന, അതായത് ബനാന പൗഡേഴ്സ് പലതും ഉണ്ട്. ഇത് കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിലും ലക്ഷറി ബനാന പൗഡർ അടിപൊളിയാണ്. വേറെയും ബനാന പൗഡേഴ്സ് ഉണ്ട് തോന്നുന്നു. അപ്പൊ ബനാന പൗഡർ നല്ല ഒരു ഇതാണ്. അതായത് നമ്മൾ
കോമ്പാക്ട് പൗഡർ ഇട്ടും തോന്നില്ല. നല്ലൊരു നാച്ചുറൽ ലുക്കാണ് ബനാന പൗഡറിന്. അപ്പം നിങ്ങൾക്ക് പക്ഷെ ഈ ഒരു സ്കിൻ ടോണിനാണ്, യെല്ലോയിഷ് ഒരു സ്കിൻ ടോണിനാണ് ഇത് കൂടുതൽ മാച്ച് ചെയ്യുക. അതുകൊണ്ട് പറ്റുമെന്ന് തോന്നൂല. അപ്പം ഇത് കുറച്ച് ഒരു ബ്രഷായിട്ട് വളരെ കുറച്ച് എടുത്താൽ മതി, ഓവറായിട്ട് ചെയ്യണ്ട. അതൊരു ബ്രഷായിട്ട് ഒന്ന് തട്ടി കൊടുത്തിട്ട് എല്ലാ സ്ഥലത്തും ഒന്ന് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ബ്രഷായിട്ട് ഞാൻ പൗഡർ ഇട്ടിട്ടുണ്ട്, വളരെ കുറച്ച് ഇട്ടിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അതായത് ആ കൺസീലറും ആ പൗഡറും കൂടെ ഒന്ന് ബ്ലെൻഡ് ആവാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബ്ലെൻഡർ, അതായത് ഈ ഒരു കോമ്പാക്ട് പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഈ ബനാന പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും ഫൗണ്ടേഷൻ്റെ ആവശ്യമില്ല പുറത്ത് പോകുമ്പോൾ. കാരണം ഇപ്പം തന്നെ നിങ്ങൾക്ക് നോക്കും നല്ലൊരു ഗ്ലോ വന്നിട്ടില്ലേ മുഖത്ത്. അപ്പോൾ വെറും ഒരു കൺസീലറും ഈ ബനാന പൗഡറും മാത്രം ഉണ്ടായാൽ മതി. ഫൗണ്ടേഷൻ്റെ ആവശ്യം തന്നെ ഇല്ലേ ശരിക്കും. സാധാരണ നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് അത്ര നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫുൾ കവറേജ് കിട്ടുന്ന ഒരു പൗഡറാണിത്. അപ്പോൾ അത് ഞാൻ അതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഇത്രയും ഞാൻ ചെയ്യുന്നുള്ളൂ. പിന്നെ ഞാൻ ജസ്റ്റ് ഐ മേക്കപ്പ് മാത്രമാണ്. പിന്നെ ഐബ്രോസ് ഒന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഐബ്രോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡാർക്ക്, അതായത് ബ്രൗൺ കളറും ചെയ്യാം, അല്ലെങ്കിൽ ബ്ലാക്ക് കളറും ചെയ്യാം. ഞാൻ ബ്രൗൺ ആണ് അധികം ചെയ്യാറ്, പക്ഷെ ഇന്ന് ഞാൻ വിചാരിച്ചു ബ്ലാക്ക് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ഇന്നൊരു കുറച്ച് കറുത്ത കളർ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ ആദ്യം തന്നെ നമുക്ക് ജസ്റ്റ് എവിടെയാണ് എന്നുള്ളത്, അതായത് എവിടേക്കാണ് കുറച്ച് ഫില്ലിങ് ചെയ്ത് കൊടുക്കേണ്ടത് അവിടെ മാത്രം ചെയ്താൽ മതി. ഇതൊന്ന് കോംപ് ചെയ്ത് കൊടുക്കാം. ഈ ഇത് വെച്ചിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്, അത്രേ ചെയ്തിട്ടുള്ളൂ. ഒരു ബ്ലാക്ക് കളർ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഐബ്രോസ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കണ്ണ് എഴുതുന്ന പരിപാടി മാത്രമാണ്, വേറെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഐലൈനർ ഒന്നും മേലൊന്നും ഞാൻ എഴുതുന്നില്ല. ജസ്റ്റ് മറ്റേ ലാക്മി ഐക്കോണിക് കാജൽ വെച്ചിട്ട് കണ്ണിൻ്റെ താഴെ മാത്രം എഴുതി കൊടുക്കുക. കാരണം സിമ്പിൾ ലുക്ക്. നമ്മൾ ഓഫീസിലും അങ്ങനെ കോളേജിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഇത്രയല്ലേ നമ്മൾ ചെയ്യുള്ളൂ. നമ്മൾ ഒരുപാട് അങ്ങനെ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം കേട്ടോ. മുകളിലൊക്കെ കണ്ണെഴുതാം. ജസ്റ്റ് ഞാൻ താഴെ മാത്രമേ എഴുതുന്നുള്ളൂ. ആദ്യം ഞാൻ നടുവിൽ നിന്നാണ് എഴുതുന്നത്. ഈ ഒരു ഭാഗത്ത് നിന്നാണ് ഞാൻ എഴുതുക. ഉള്ളിലേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയുള്ളൂ. നല്ല ബോൾഡായിട്ട് എഴുതില്ല. ഇവിടുന്ന് ഇങ്ങനെ നടുവിൽ നിന്ന് ഈ തറ്റം വരെ കുറച്ച് കട്ടിയിൽ എഴുതും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാ കണ്ടു, കണ്ണ് എഴുതി, ഐബ്രോസ് ചെയ്തു. വേറെ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല. അതായത് ശരിക്കും പറഞ്ഞാൽ പുറത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മസ്കാര നിർബന്ധമാണ്. മസ്കാര ഇടുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ താഴെ കണ്ണെഴുതിയില്ലെങ്കിലും ഭംഗിയാണ്. ഇപ്പം ചെറിയ കണ്ണുള്ള ആൾക്കാർക്കൊക്കെ ഒരുപാട് കണ്ണെഴുതുന്നേക്കാളും ഭംഗി വെറും മസ്കാര മാത്രം ഇട്ട് പോയാൽ ശരിക്കും ഒരു കണ്ണ് എഴുതുന്നേക്കാൾ കൂടുതൽ ഭംഗി കിട്ടും. അപ്പം മസ്കാര നിർബന്ധമായിട്ട് ചെയ്യണം കേട്ടോ. കണ്ണ് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതാ കണ്ണിൻ്റെ മേക്കപ്പ് കണ്ടു. മസ്കാര ഞാൻ വേറെ ഒന്നും ഫാൾസ് ഐലാഷസ് ഒന്നും വെച്ചിട്ടില്ല, ജസ്റ്റ് മസ്കാര ഇട്ടു. അപ്പോൾ നിങ്ങൾക്ക് കണ്ണ് എഴുതണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മസ്കാര ഇട്ടാലും മതി കേട്ടോ. അപ്പോൾ നല്ല കണ്ണ് നല്ല ഭംഗിയിൽ നിൽക്കും. അപ്പോൾ ഞാൻ മേക്കപ്പ് ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞ പരിപാടി. അപ്പോൾ ഇതാണ് എൻ്റെ മേക്കപ്പ് ലുക്ക്. ഇപ്പം ശരിക്കും ഒരു നാച്ചുറൽ ലുക്ക്. നേരത്തെ ആ ലൈറ്റ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ലൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റിൽ. അപ്പോൾ ഇപ്പം ഞാനത് ആ ഒരു ശരിക്കുള്ള മേക്കപ്പ് ചെയ്തിട്ടുള്ള ലുക്ക്, മറ്റേത് നല്ല ഭയങ്കര വൈറ്റ് കളർ പോലെ തോന്നിയിരുന്നു അല്ലേ. ഇപ്പം നിങ്ങൾക്ക് ശരിക്കും ഒരു മേക്കപ്പ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു നല്ല ലുക്കും തോന്നുന്നില്ലേ. അപ്പോൾ അത് ലൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആയിരുന്നു. ഇപ്പോൾ കറക്റ്റ് ലൈറ്റ് ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതുണ്ടോ, ഈ ഒരു ലുക്കേ നമുക്ക്, ഈ ഒരു മുഖേ നമുക്ക് വരുള്ളൂ. അതായത് നമ്മൾ മേക്കപ്പ് ചെയ്തു എന്ന് തോന്നാത്തൊരു മുഖം. ഇനി നമുക്ക് ഇതാണ് ബേസിക് ആയിട്ടുള്ളത്. അതായത് നമ്മുടെ ഒരു കൺസീലർ സ്റ്റിക്ക്, ഒരു ബനാന പൗഡർ, അതുപോലെ തന്നെ ഒരു ഐലൈനർ. ഇത്ര സംഭവമേ ഞാൻ ഇതിൽ ചെയ്തിട്ടുള്ളൂ അല്ലേ. ഇത് വെച്ചിട്ടാണ് ഞാൻ എല്ലാതും ചെയ്തത്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലിപ്സ്റ്റിക്ക് ഇടാം. അപ്പം എൻ്റെ ലിപ്സ് ഓൾറെഡി ആ ബേബി പിങ്ക് കളർ വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാൻ ഏകദേശം ആ ഒരു ഷെയ്ഡിലുള്ള ഒരു ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാണ്. ലിപ് ബാം മാത്രം മതി എന്നുണ്ടെങ്കിൽ അത് മതി കേട്ടോ. അപ്പോൾ ചെറിയൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് ലിപ്സ്റ്റിക്ക്, എഫ്സിയുടെ ലിപ്സ്റ്റിക്കാണിത്. ഫുൾ അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ, ജസ്റ്റ് മുകളിലും താഴെയാക്കിയിട്ട് ഇങ്ങനെ ചെയ്തിട്ടുള്ളൂ. അപ്പം നമ്മുടെ പരിപാടി കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഇനി വേണം എന്നുണ്ടെങ്കിൽ ബാക്കിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. അപ്പം എനിക്ക് ഇതെൻ്റെ ഹൈലൈറ്ററാണ്, ഗ്ലാം ഹൈലൈറ്റർ. അപ്പം ഇത് വെച്ചിട്ട് എനിക്ക് ഇതിൽ നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സ് ഉണ്ട്. അത് വെച്ചിട്ട് ഞാനൊരു വളരെ ലൈറ്റ് പിങ്കിൻ്റെ ഒരു ഷെയ്ഡ് ഒന്ന് ഐ ഷാഡോ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, പക്ഷെ എന്നാലും എനിക്കൊരു ആഗ്രഹം, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നുണ്ട്. കൈ വെച്ചിട്ട് ചെയ്യാം അല്ലേ. ഇതെന്താ വെച്ചാൽ ഇട്ടൂന്ന് അറിയില്ല, അങ്ങനത്തെ ഒരു ഐ ഷാഡോ. ഓക്കെ, ഇപ്പം
അപ്പോൾ ഞാൻ കോൺടൂറിങ്ങോ ഹൈലൈറ്ററിങ്ങോ ഒന്നും ബ്ലഷോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഹൈലൈറ്റർ ബ്ലഷായിട്ട് യൂസ് ചെയ്യാം കേട്ടോ, നല്ല അടിപൊളി. അങ്ങനെ അറിയാത്തൊരു ഹൈലൈറ്റർ, പക്ഷെ വേണ്ട അല്ലേ. അപ്പോൾ നമ്മളിതൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ 10 മിനിറ്റ് പോലും വേണ്ടെങ്കിൽ 5 മിനിറ്റ് മതി ഈ ഒരു സംഭവം ചെയ്യാൻ. അതുപോലെ തന്നെ ഓഫീസിലായാലും കോളേജിലൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു മേക്കപ്പാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ മറക്കരുത്, ഒരു ലൈക്ക് തരാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത് കേട്ടോ. ബൈ.